അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2000 ആണ്ടായി എന്ന് പറയാം. അപ്പോൾ ഉമ്പായിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്പായിക്കല്ല, ഉമ്പായിക്കയുടെ തബലിസ്റ്റ് പിപ്പിച്ചൻ, മരിച്ചുപോയ പിപ്പിച്ചൻ ആണെന്ന് തോന്നുന്നു, വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഉമ്പായിക്കയുടെ ഒരു ഗസൽ ആൽബം ഇറങ്ങുന്നുണ്ട്. ഹിന്ദിയാണ് മൊത്തം, ഉറുദുവിലുള്ള ഗസൽ ആൽബം. വലിയ ഫേമസ് ഉറുദു കവിയാണ് എഴുതിയിരിക്കുന്നത്, ഉമ്പായിക്ക ട്യൂൺ ചെയ്ത് പാടാണ്. അപ്പോൾ അത് ആൽബത്തിന് എൻ്റെ ലോഞ്ചിൻ്റെ കൂട്ടത്തിൽ ആ ഹോളിൽ ആ പാട്ടുകളൊക്കെ ഒന്ന് വായിക്കണം, ഗിറ്റാറിലോ മാൻഡലിലൊക്കെ. അങ്ങനെ ഒരു പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് മുമ്പാക്കിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടൊരു, അതിനു മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പരിപാടിക്ക്, കല്യാണ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. അന്നത്ര അങ്ങോട്ട് അദ്ദേഹം ഞാനായിട്ട് അങ്ങോട്ട് അത്ര അടുത്തിട്ടില്ല. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ മുമ്പായിക്ക് ഞാനും തമ്മിലൊരു വേവ് ലെങ്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴും മുമ്പായിക്കയുടെ ട്രൂപ്പിലേക്ക് ഞാൻ ആയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിപ്പിച്ചൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുമ്പായിക്കയുടെ പരിപാടിക്ക് എല്ലാ പരിപാടിക്കും സഹകരിക്കാമോ, ഗിറ്റാറിസ്റ്റായിട്ടാ മാൻഡലിനിസ്റ്റായിട്ടാ എങ്ങനെയാലും. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ വരുമ്പോഴത്തേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനും ചേട്ടനും കൂടിയാണ് ചെയ്യണത്, അപ്പോൾ എനിക്ക് അത് ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, സിനിമ വരുമ്പോൾ പോയിക്കോ, അല്ലാത്ത പരിപാടി വരുമ്പോഴത്തേക്കൊന്നും ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോഴും മുമ്പായിക്കൊക്കെ വിശ്വാസമില്ല. ഈ തിരക്ക് പിടിച്ചിങ്ങനെ സിനിമയുടെ കാര്യങ്ങളും പിന്നെ ഇടയ്ക്ക് സർക്കാർ ജോലിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു തിരക്കുള്ള ഒരാളെ നമ്മൾ വിളിച്ചിട്ട് നമുക്കും ബുദ്ധിമുട്ട് അവർക്കും ബുദ്ധിമുട്ട്, അത് വേണ്ടടാ എന്ന് പറഞ്ഞു. അപ്പോൾ പിപ്പിച്ചനാണ് പറഞ്ഞത്, ഇല്ല മുമ്പായിക്ക വേണി വരും, വേണിക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്രയും ഹരമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ വിളിച്ചോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് പ്രോഗ്രാം മട്ടാഞ്ചേരി ടൗൺ ആണല്ലായിരുന്നു. അപ്പോൾ ഒരു ജുബയൊക്കെ ഇട്ട്, ജുബയൊക്കെ ഉണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് ഞാൻ പുറകിൽ നിന്ന് ഓരോ പാട്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പാട്ടിനെ പറ്റി വലിയ പിടുത്തമില്ല, ഗസൽ എന്താണെന്നുള്ള ABCD അറിയാൻ പാടില്ല, നമ്മളതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോരോ ഗസലുകളും അല്ലാത്ത ഗസൽ സ്റ്റൈലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേംസ് പറയും, ഹിന്ദുസ്ഥാനി ടേംസാണ് പറയണത്. എനിക്ക് ഹിന്ദുസ്ഥാനിയെ പറ്റി ABCD അറിയാൻ പാടില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കങ്കണ വാസുദേവൻ്റെ അടുത്ത് ഞാനും അതേപോലെ ചേട്ടനുമൊക്കെ കർണാട്ടിക്കാണ് പഠിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പഠിച്ചത് വെസ്റ്റേൺ മ്യൂസിക് റെക്സ് മാസ്റ്ററിൻ്റെ അടുത്ത്, അതിനു മുമ്പ് പഠിച്ചത് ശാന്തമ്മ ടീച്ചറുടെ അടുത്ത് ഒരു 6 മാസം മാത്രം കർണാട്ടിക് പഠിച്ച്. ഇതൊക്കെ നമ്മുടെ ഹിന്ദുസ്ഥാനി, നമ്മുടെ സംഗീത പഠനമായിട്ട് ഉള്ള ഒരു ബന്ധം. അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപക് താൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ കർണാട്ടിക്കിലെ രൂപകതാളം, വരവീണയുടെ അറിയാതെ ആ ഗീതത്തിൻ്റെ താളം മനസ്സിൽ അറിയാതെ വന്നു പോകും. അപ്പോൾ വായിക്കുമ്പോൾ അതായിപ്പോൾ. അപ്പോൾ അതല്ല, ഇത് ഹിന്ദുസ്ഥാനി വേറെയാണെന്ന് പറയും. അതുപോലെ തോടി ആണ് അടുത്ത പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും, രാഗം തോടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കർണാട്ടിക്കിലെ തോടിയാണ് എൻ്റെ മനസ്സിൽ, ഞാൻ വായിക്കണത് അതാണ്. അപ്പോൾ അങ്ങനെയല്ല, ഇത് തോടി ഹിന്ദുസ്ഥാനി വേറെ. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്റ്റേജിലിരിക്കണമെങ്കിൽ ഹിന്ദുസ്ഥാനി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് എന്നോട് ഓരോ നോർത്ത് ഇന്ത്യന്നൊക്കെ ഓരോ ഫ്രണ്ട്സും അച്ഛന്മാരൊക്കെ വിളിച്ചിട്ട് വേണി ഇങ്ങോട്ട് വാ, ഇവിടെ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വന്ന് പഠിക്കുന്ന. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഇവിടെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഞാൻ പഠിക്കുന്നുണ്ട്, മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടി എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വന്ന് ഹിന്ദുസ്ഥാനി മാത്രം പഠിക്കാൻ വേണ്ടി എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഹിന്ദുസ്ഥാനി വരുമ്പോഴത്തേക്ക് ഞാനത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഹിന്ദുസ്ഥാനി പഠിക്കാൻ ഇനി എന്താണൊരു സ്റ്റെപ്പ് എന്നുള്ളത് അറിയഞ്ഞിട്ടേ ബാക്കി കാര്യം. പിറ്റേ ദിവസം തന്നെ അന്ന് വരെ എൻ്റെ ഫ്രണ്ടായിരുന്ന രമേശ് നാരായണൻ, അദ്ദേഹം പിന്നീട് എൻ്റെ സാറായി. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ വിളിച്ചിട്ട്, രമേശ് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഹിന്ദുസ്ഥാനി പഠിക്കണം. എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് പഠിക്കാനുള്ള സമയമില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പഠിച്ചോളാം, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അതിനെന്താണ്, എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് എറണാകുളത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സീനിയർ ഡിസൈപ്പിളാണ് അവിടെ ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടത്, മാസത്തിൽ 1-2 ദിവസത്തെ വരും. അപ്പം മോഹൻ കുമാർ എന്നാണ് പേര്, അദ്ദേഹത്തെ ഫോൺ നമ്പർ തരാം, ബന്ധപ്പെട്ടാൽ. അപ്പോൾ ഞാൻ മോഹൻ കുമാറിന് എനിക്കറിയാം, ഞങ്ങളുടെ IV ശശി സംവിധാനം ചെയ്ത അനുവാദമില്ലാതെ എന്നുള്ള പടം, അത് പുറത്തിറങ്ങിയില്ല. അതിൽ 6 പാട്ടിൽ ഒരു പാട്ടിൻ്റെ പകുതി വരെ മോഹൻ കുമാറാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ്, വേണി നല്ല സിനിമ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ എനിക്ക് വീട്ടിലൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല, ഇവിടെ വരികയാണെങ്കിൽ പഠിപ്പിച്ചാൽ. ഞാൻ പറഞ്ഞു അവിടെ വന്ന് പഠിക്കണമെങ്കിൽ എനിക്ക് എന്താ സന്തോഷമുള്ളൂ, കുട്ടിയായാലും വലുതായാലും സംഗീതത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കുട്ടികളാണ്. എത്ര വലിയ അറിവുണ്ടെന്ന് പറഞ്ഞാലും അവനോട് ചോദിക്കുമ്പോൾ പറയും എനിക്കൊന്നും അറിയാൻ പാടില്ലെന്നേ പറയുള്ളൂ. കാരണം അതിനും വേണ്ടി കടലിൻ്റെ അപ്പുറത്തെ കടലാണിത്. കടലെന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്, ഇത് പരിധിയില്ലാത്ത കടലാണ് സംഗീതം എന്ന് പറഞ്ഞാൽ. പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പഴയ മഹാന്മാരെന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെല്ലാം ഒരു എത്ര മനുഷ്യായുസ് കിട്ടിയാലും പഠിച്ചു തീർക്കാൻ പറ്റില്ല, അത് നമുക്കറിയാം. അങ്ങനെ അവിടെ ചെന്നു. പിന്നെ അവിടെ 3 വർഷത്തേക്കുള്ള 7 വർഷത്തെ കോഴ്സാണ് വിശാരദ് കോഴ്സ്. അതിൽ 3 വർഷം വരെ ഈ മോഹൻ കുമാർ പാസ്സാക്കി തന്നു.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല, എനിക്ക് ദുബായിലേക്ക് കോൾ വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹം പോയി. കുറച്ച് നാൾ ഗ്യാപ്പ് വന്നു. പിന്നെ എനിക്ക് സിനിമയുടെ ഗ്യാപ്പ്, മറ്റേ വർക്കുകളുടെയൊക്കെ ഗ്യാപ്പുകളൊക്കെ വരുമ്പോഴത്തേക്കും ഞാനങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഹിന്ദുസ്ഥാനിയായിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം വളരെ നല്ലൊരു സാറ്, വിജയസേനൻ സാറ് വന്നു. കുറച്ച് നാൾ ഗ്യാപ്പാണെങ്കിലും പിന്നെ അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം പല പല സ്ഥലത്തായിട്ടാണ് വർപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു, നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരുമെങ്കിലും പഠിച്ചു. പിന്നെ കോവിഡിന് മുമ്പൊരു എൻ്റെ KSF-യിലാണല്ലോ എൻ്റെ ജോലി ഞാൻ ചെയ്തിരുന്നത്. അത് പിന്നെ രണ്ടാമത് കയറേണ്ടി വന്നു. റിട്ടയർമെൻറ്റിന് മുമ്പൊരു കുറച്ച് 1.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതും പിന്നെ മുംബൈയുടെ പരിപാടികളെല്ലാം കൂടിയായിട്ട് ഞാൻ ഹിന്ദുസ്ഥാനി സാറിനോട് പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൂടുതലധികം ലീവ് എടുത്തു പോയി. അങ്ങനെ 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി പഠിത്തം നിർത്താം. അപ്പോൾ 6 വർഷത്തെ പാസ്സായി. അവിടെ നല്ല മാർക്കോടെ പാസ്സായി. 7ാമത്തെ വർഷം കൂടി പാസ്സായാലും ആ ഡിഗ്രി ആയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഡോക്ടർ നന്ദിനി എന്നെ വിളിച്ച് പിണങ്ങി. എന്താണ് കൊല വരെ എത്തിയിട്ട് കൊല തൊടാണ്ടാണ് എത്ര നാളിങ്ങനെ നിൽക്കണത്, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇത്ര നാൾ പഠിച്ചത്, തീർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഗ്യാപ്പ് കണ്ടിട്ട് ഇനി സാർ എന്നെ പിണങ്ങൂലേ? ഒരു പിണങ്ങൊന്നുമില്ല, എന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. വിളിച്ചപ്പോഴത്തേക്കും വലിയ സന്തോഷമായി. അപ്പോഴേക്കും ഓൺലൈൻ ക്ലാസ്സായി, കോവിഡായി. ഞാൻ പറഞ്ഞു സാറേ തബല വെച്ചിട്ട് സാറ് പഠിപ്പിച്ചു തരുന്നത് എനിക്ക് ഈ ഓൺലൈനിൽ ശരിയാവോ? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞാൽ മതി. നമുക്കല്ലാണ്ട് നമ്മൾ ഏറ്റവും എല്ലാം കൂടി പെർഫെക്റ്റായിട്ട് ഒരു കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്ന് ചേര് എന്ന് പറഞ്ഞു. അങ്ങനെ ചേർന്ന് അപ്പോൾ ആ 7th ഇയർ പരീക്ഷ, അപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി 2 പ്രാവശ്യമൊക്കെ പോയി എഴുതിയതാണ്. എഴുതിയും പാടിയുമൊക്കെ തന്ന് ബോംബെ നിന്നൊക്കെ ആയിരിക്കും എക്സാമിനേഴ്സ് വരണത്. അങ്ങനെ ആ പരീക്ഷ നല്ല മാർക്കോടെ പാസ്സായി. വിശാരദ് എനിക്ക് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. അതിൻ്റെ ഒരു വെളിച്ചത്തിലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയസേനൻ സാറിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു രാഗം നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഗത്തിൽ എന്തെല്ലാം നമുക്ക് അവൈലബിൾ ആണോ അതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. വെറുതെ ഒരു 2 ചോട്ടാക്കാല് മാത്രമല്ല, ബടാക്കാല് പഠിക്കണമെങ്കിൽ കുറേ കൂടി സമയം എടുക്കും. അതല്ലാതെ ഭജനോ തുമ്രിയോ ഗസലോ എന്തൊക്കെ ഉണ്ടോ, ധ്രുപദ് ധമാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗീത രൂപങ്ങളുണ്ട്, തരാന, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുമ്പോഴല്ലേ ഞാനും ബൈഹാർട്ടാവുള്ളൂ. അത് എന്നോട് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും വേണി പഠിക്കുന്നത് വേണിക്ക് വേണ്ടിയല്ല, വേണിയുടെ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചെങ്കിലേ നമ്മൾ തലയിൽ കറക്റ്റായിട്ട് കയറുള്ളൂ. അത് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ എനിക്കറിയാം ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അല്ലെ കുറച്ച് സീനിയർ സ്റ്റുഡൻസൊക്കെ എൻ്റെ അടുത്തുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ അവരെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് റെഫർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ഞാൻ ആൽബർട്ട്സ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണല്ലോ. അപ്പോൾ എൻ്റെ സീനിയർ സാർമാർ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ചെറിയ ടോപ്പിക്ക് എടുക്കണമെങ്കിൽ പോലും അതൊന്ന് റെഫർ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോഴേ നമുക്ക് ആ ഫ്രഷ്നെസ് ആവുള്ളൂ. എന്ന് പറഞ്ഞെങ്കിൽ പഠിപ്പിക്കുന്ന ആ ഒരു രീതി കൃത്യമായിട്ട് ഈസി ആയിട്ട് വന്നാലേ മാത്രമേ അത് കറക്റ്റായിട്ടത് സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് കയറുള്ളൂ. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പരമാവധി ഫുൾ ടൈം ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴായാലും വെറുതെ ഇരിക്കുമ്പോഴായാലും ഭക്ഷണം കഴിയുമ്പോഴേക്കും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അത് മാത്രമല്ല ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചോളം വായനയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ, ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചോളം കേൾവിയാണ് സമ്പാദ്യം. ഇന്നിപ്പോൾ കേൾക്കാൻ ഒരുപാട് സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ വീട്ടുകാർ അതനുസരിച്ചിട്ട് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കണേ എന്നെ ശല്യപ്പെടുത്തില്ല. ഇപ്പോൾ അതൊരു പഠനം കൂടിയാണല്ലോ എന്ന് എഴുതിയിട്ട് അത് കഴിയുമ്പോഴേ എന്നോട് എന്തെങ്കിലും കാര്യം ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് അത്ര അത്യാവശ്യമാണെങ്കിൽ അപ്പോൾ ഞാൻ നിർത്തിയിട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത്രയും സപ്പോർട്ട് വീട്ടിലും കൂടി ഉള്ളപ്പോഴത്തേക്കും നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. പല ആൾക്കാരും എൻ്റെ സ്റ്റുഡൻസ് അടക്കം പലർക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴും സീരിയസ്നെസ് ആയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അത്ര സീരിയസ് ആയെങ്കിൽ മാത്രമേ ഈ കടലൊന്ന് നമുക്കൊന്ന് കാണാനെങ്കിലും പറ്റുള്ളൂ, മനുഷ്യായുസ്സം തീരണതിന് മുമ്പെങ്കിലും. മുംബൈക്കിടെ കൂടെ ഞാനിങ്ങനെ ഗസൽ യാത്രയായിരുന്നു. അപ്പോൾ മുംബൈക്ക് എപ്പോഴും പറയും ഗസൽ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്ന പോലെ ഞങ്ങളൊരു കുടുംബമായിരുന്നു മുംബൈക്ക്. അതിൻ്റെ അകത്ത് കാരണവർ ബാക്കി ഞങ്ങളെല്ലാ മെമ്പേഴ്സും കൂടി ഒറ്റക്കെട്ടായിട്ടൊരു കുടുംബമായിട്ട് അത്ര സ്നേഹമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പുറകിരുന്നത് വായിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീലിലാണ് കൊണ്ടുപോകണം. മാത്രമല്ല അത്രയും ഗംഭീരമായിട്ടുള്ള ഗസലുകളും അതിൻ്റെ ഈണങ്ങളും കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാതെ ഒരു ഫീൽ വന്നു പോകും. അങ്ങനെ മുംബൈക്ക് അതിൻ്റെ കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒരു ഗസൽ പാടുമ്പോൾ ഇത് ആരാണ് ഇത് കമ്പോസ് ചെയ്തത്, ആരാണ് ഇത് പാടി പോപ്പുലറാക്കിയത്, ആരാണ് ഇതിൻ്റെ രചന വളരെ പ്രാധാന്യമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമൊന്നും അറിയാൻ പാടില്ല. ഞാനങ്ങനെ മുംബൈക്കിടെ കൂടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു അവസരം കിട്ടി. സാക്ഷാൽ ഗുലാം അലി സാബ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗസൽ സാമ്രാട്ട്, അദ്ദേഹം എറണാകുളത്ത് വന്നു. അപ്പോൾ അദ്ദേഹം
എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അന്ന് എൻ്റെ ഫ്രണ്ടല്ല പുള്ളി, ജിതേഷ് എന്ന് പറഞ്ഞിട്ട് അനൂപ് ജലോട്ടയുടെ ശിഷ്യൻ, തലശ്ശേരിയിലുള്ള ആൾ. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് ഒരു ഗിറ്റാറിസ്റ്റിനെ എറണാകുളത്ത് നിന്ന് ഒന്ന് സംഘടിപ്പിക്കണം, ഇവിടുത്തെ ബോംബെയിൽ നിന്നുള്ള ഗിറ്റാറിസ്റ്റിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ വഴി എൻ്റെ ഫ്ലൂട്ടിസ്റ്റ് റിസൺ എന്നോട് ചോദിച്ചു വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കാലത്താണ് പറയണത്, കാലത്ത് ഉച്ചക്കാറ്റാണ് പറഞ്ഞത്, വൈകുന്നേരമാണ് പ്രോഗ്രാം. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് എനിക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുലാം അലി സാബിൻ്റെ സ്റ്റേജിൽ ഞാൻ ഗിറ്റാറുമായിട്ടിരിക്കണം. അപ്പോൾ ഗസലിൻ്റെയും അല്ലെങ്കിൽ കച്ചേരിക്ക് ഹിന്ദുസ്ഥാനിക്കുള്ളൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് രാഗമെന്നോ ഏത് പിച്ചെന്നോ ഏത് പാട്ടെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ഗായകൻ പാട്ട് തുടങ്ങുമ്പോഴാണ് ഇത് ഇന്നതാണ് സംഭവം എന്ന് മനസ്സിലാണ്. അപ്പോൾ ഗിറ്റാർ വേണമെങ്കിൽ പല ടൈപ്പിൽ ട്യൂൺ ചെയ്യാം, പാട്ടിൻ്റെ ഗായകൻ്റെ പിച്ച് അനുസരിച്ചിട്ട്. ഇത് എന്ത് ട്യൂൺ ചെയ്യുന്നു എന്നൊരു പിടുത്തമില്ല. ഞാനങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 6:30 മണി 7 മണിയായിട്ട് പ്രോഗ്രാം അനൗൺസ് ചെയ്യണ ആ സമയത്തിന് 2 മിനിറ്റ് മുമ്പായിട്ടാണ് ഗുലാം അലി സാബ്, സാക്ഷാൽ ഗുലാം അലി സാബ് ഇങ്ങോട്ട് വന്ന് കയറി. അപ്പോൾ തന്നെ പാട്ടും തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ട്യൂൺ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ചുപ്കെ അതേപോലെയുള്ള പ്രശസ്തമായിട്ടുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു സന്തൂറിസ്റ്റോ ഒരു ഫ്ലൂട്ടിസ്റ്റോ വയലിനിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കയറി വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇത്രയും വലിയ മഹാനായിട്ടുള്ള ഒരാൾക്ക് വായിക്കുമ്പോൾ എനിക്കൊരു സോളോ വായിക്കണമല്ലോ എന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ സോളോ വായിക്കാൻ ഇടിച്ച് കയറി നോക്കി. പക്ഷേ മറ്റൊരു സമ്മതികളില്ല, അവരവരുടെ സ്ഥിരം ശൈലിയിൽ ഇങ്ങനെ വായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുലാം അലി സാബിന് മനസ്സിലായി ഇയാൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെന്ന്. മൃദം മാത്രമല്ല ബിറ്റും വായിക്കും, ലീഡും വായിക്കും എന്ന് മനസ്സിലായിട്ട് ബജാവോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നല്ല ഫ്രീ ആയില്ലേ, ഞാൻ അങ്ങോട്ട് വായിച്ചപ്പോഴത്തേക്കും നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ നല്ല കൈയടിയായിരുന്നു. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഗസലിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത്. ഇതിലും വലിയൊരാൾ പിന്നെ മെഹദി ഹസൻ സാഹിബായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹമാണ് ചക്രവർത്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പായിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് ഗസൽ, അല്ലെങ്കിൽ ഈ ഗുലാം അലി സാബായാലും മെഹദി ഹസൻ സാബായാലും പാടുന്ന എല്ലാം ഗസലാണോ, ഗസലല്ലാത്ത പാട്ടുകളുണ്ടോ, ഗീത്തുണ്ടോ എന്നൊന്നും നമുക്ക് ഉറുദു അല്ലേ കൂടുതൽ, നമുക്ക് എൻ്റെ അർത്ഥമൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജിതേഷ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പരിചയമായി എനിക്ക്. ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ജിതേഷ് എന്നെ ചന്ദൻ ദാസ് എന്ന് പറഞ്ഞ മറ്റൊരു മഹാനായിട്ടുള്ള ഗസൽ സിംഗറിൻ്റെ പ്രോഗ്രാമിന് കാലിക്കറ്റ് വിളിച്ചു. ആ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തെ എന്നെ കാണാൻ വേണ്ടി ഹോട്ടലിൽ വന്നപ്പോഴത്തേക്കും എന്നോട് ചോദിച്ച് ഗസലിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? നമ്മൾ ഒരു ധാരണയില്ല, ഹാർമോണിയം ഇതൊക്കെ ആയിട്ട് ജുബ്ബ ഇട്ട് ഇങ്ങോട്ട് ആ പാടുന്ന ട്യൂൺ മാത്രം എനിക്കറിയാൻ പാടില്ല, അല്ലാണ്ട് എൻ്റെ ലിറിക്കിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ നിയമത്തെ പറ്റി ഒന്നും എനിക്കറിയാൻ പാടില്ല. അന്ന് ഇന്നതാണ് നിയമം, കുറേ നിയമങ്ങളുണ്ട് ഗസലിന്. ഗസൽ എന്ന് പറഞ്ഞൊരു പോയട്രി മാത്രമാണ്, പാട്ടല്ല. ആ നിയമങ്ങളനുസരിച്ചിട്ട് ഇപ്പോൾ നദോന്നത വൃത്തം, കേകവൃത്തം, മഞ്ചരി വൃത്തം എന്ന് പറഞ്ഞാൽ ആ വൃത്തത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഒരു കവിത എഴുതിയാൽ പിന്നെ അത് മഞ്ചരി തന്നെയാണ് അല്ലെങ്കിൽ കേകയാണ്. അത് ഏത് രാഗത്തിൽ ട്യൂൺ ചെയ്താലും ആ വൃത്തം മാറുന്നില്ല എന്ന് പറയുന്ന പോലെ ഗസലിന് കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമത്തിൽ 6, 7, 8 നിയമങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം തെറ്റിയാൽ, ഒരെണ്ണം ഇല്ലെങ്കിൽ അത് ഗസലാവില്ല. അത് ഗസൽ സ്റ്റൈലിലുള്ള ഗസൽ നുമ ഗീത്ത് എന്ന് പറയും, ഗസൽ പോലുള്ള ഗീത്ത്. അപ്പോൾ അതുകൊണ്ട് എത്ര മഹാന്മാരായാലും ഈ 10-20 പാട്ടുകൾ പാടിയാൽ അതെല്ലാം ഗസലല്ല എന്ന് പറഞ്ഞിട്ട് ഗസലിനെ പറ്റിയൊരു പ്രാഥമിക പാഠം എനിക്ക് പറഞ്ഞു തന്നതിൽ നിന്നാണ് ഒരു നല്ലൊരു അടിസ്ഥാനം എനിക്ക് കിട്ടിയത്. പിന്നെ എന്നെ പഠിപ്പിക്കുന്ന വിജയസേന സാറും മറ്റ് ഉമ്പായിക്കും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ചെറുപ്പം പോലെ തന്നെ ഇങ്ങനെ എവിടെന്നെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ അറിവാണല്ലോ ആനന്ദം. അപ്പോൾ കിട്ടുന്ന ആനന്ദം ദൈവികമായ ആനന്ദമാണ് അറിവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മെഹദി ഹസൻ സാബിനെ പറ്റി പറഞ്ഞ അദ്ദേഹമാണ് ഗസൽ ചക്രവർത്തി. മാത്രമല്ല അദ്ദേഹം കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും പക്ക രാഗത്തിലേ കമ്പോസ് ചെയ്യുള്ളൂ. ഒരു രാഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗസൽ അവതരിപ്പിക്കുന്നത്, ഇന്ന രാഗത്തിൽ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഭൂപുരാഗം, മോഹനരാഗത്തിൻ്റെ ഹിന്ദുസ്ഥാനി ഭൂപുരാഗത്തിലുള്ളൊരു ഗസൽ കിട്ടിയപ്പോഴത്തേക്ക് അതൊന്ന് എഴുതിയെടുക്കാം എന്ന് കരുതി. അങ്ങനെ ഞാൻ എഴുതിയെടുത്തു. അത് പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പാടാം. ഭൂപിൻ്റെ അകത്ത് ഗസലിന് തുമറി അതുപോലെ സെമി ക്ലാസിക്കലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരു നോട്ടൊക്കെ അന്യസ്വരം വന്നാലും അത് പ്രശ്നമല്ല. ചോട്ടാകായാലും ബടാകായാലും പോലെ കർണാട്ടിക് കൃതികളൊക്കെ പോലെ ഒരു രാഗത്തിൻ്റെ പേര് പറഞ്ഞ് കമ്പോസ് ചെയ്ത് അതിൻ്റെ അകത്ത് വേറെ ഒരു അന്യസ്വരം വരാൻ പാടില്ല. ഗസലിനും ഭജനും ഒക്കെ കുറച്ച് അന്യസ്വരങ്ങളൊക്കെ ആയാലും സിനിമാ പാട്ടും വരാറുണ്ടല്ലോ അങ്ങനെ അന്യസ്വരങ്ങൾ. ഒരു രാഗത്തിൻ്റെ ബേസിൽ കമ്പോസ് ചെയ്തിട്ട് വേറൊരു സ്വരം വന്നെന്ന് കരുതി അതുകൊണ്ട് ഒരു അപാകതയില്ല. ഭംഗിയായിരിക്കണം, കേൾക്കുന്നവർക്ക് സുഖമായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ ഇതിലും ഭൂപുരാഗത്തിലെ ഒരു സ്വരം അന്യസ്വരം വന്നിട്ടുണ്ട്. അത് കർണാട്ടിക്കോ ഹിന്ദുസ്ഥാനിയോ പഠിച്ചവർ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. ബുൾബുൾ
गुल ने बहारों से कह दिए, एक चौदहवीं का चांदनी तारों से कह दिए। दुनिया किसी के प्यार में जन्नत से कम नहीं, दुनिया किसी के प्यार में जन्नत से कम नहीं। एक दिलरुबा है दिल में जो हूरों से कम नहीं, दुनिया किसी के प्यार में। भूले से मुस्कुराओ तो मोती बरस पड़े, भूले से मुस्कुराओ तो मोती बरस पड़े, पर के उतार के देखो तो कलियां भी हंस पड़े, पल के उतार के देखो तो कलियां भी हंस पड़े। खुशबू तुम्हारी जुल्फ के फूलों से कम नहीं, दुनिया किसी के प्यार में जन्नत से कम नहीं। एक दिलरुबा है दिल में जो हूरों से कम नहीं, दुनिया किसी के प्यार में। ഈ ഗസൽസ് എല്ലാം നോർത്ത് ഇന്ത്യയിൽ അവതരിപ്പിച്ചാൽ ആ ഒരു ഹരേ വാ വാ ഹരേ വാ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ട്യൂണിൻ്റെ എൻ്റെ ഫീലിങ്ങിലൊന്നുമല്ല, അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി ജീവിതമായിട്ട് അത്രയും ബന്ധപ്പെട്ട വളരെ അഗാധമായ അർത്ഥമുള്ളതായിരുന്നു ഈ ഗസൽസ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ, അതിപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ അതിൻ്റെ അർത്ഥം, ഗൂഗിളിലൊക്കെ അതിൻ്റെ അർത്ഥം കിട്ടും. ഗസൽസ് പഠിക്കുകയും അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യും. മനസ്സിൽ ഒരുപാട് നന്മകൾ വരും. ഒരു ഭക്തിഗാനം കേൾക്കണമെങ്കിലും ചിലപ്പോൾ കൂടുതലായിട്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് സ്നേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അറിയാതെ നമ്മൾ പ്യൂരിഫൈഡ് ആവും. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു സമ്പത്താണ് ഈ ഗസൽ. 2002 കല്യാണരാമൻ പുറത്തിറങ്ങുന്നത്. അതിനു മുമ്പാണ് 2001 ചെയ്തിട്ടുണ്ടാവും. അത് എന്നിട്ട് പിറ്റേ കൊല്ലമാണ് ഇറങ്ങിയതെന്ന് എൻ്റെ ഓർമ്മ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ രചന. ഞങ്ങളതിനു മുമ്പ് മന്ത്രിമാളികയിലും മനസ്സമ്മതവും വേറെ ഏതോ പടങ്ങളൊക്കെ കൈതപ്രമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ വർക്ക് കൈതപ്രമായിട്ട് ചെയ്തത് കല്യാണരാമനാണ്. ഇത് ലാല് എന്നെ വിളിക്കണത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് ആ കല്യാണരാമന് മുമ്പ് കുറച്ച് നാൾ ഞങ്ങൾക്ക് സിനിമയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള മ്യൂസീഷ്യൻസും സ്റ്റുഡിയോയിലെ ആൾക്കാരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ മദ്രാസിൽ നല്ല തിരക്ക് പിടിച്ച് ഇങ്ങനെ നടക്കാൻ, അങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്തല്ല, പാട്ടുകളൊക്കെ റേഡിയോയിലും ഒക്കെ വരണമുണ്ട്, കാസറ്റിലൊക്കെ കേൾക്കണമുണ്ട്. അപ്പോൾ പേരുകളിങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പടമില്ല, മറ്റു വർക്കുകളും ഇല്ല. മറ്റിവിടുത്തെ ലോക്കൽ വർക്കുകളൊക്കെ തരാനായിട്ട് പേടി. അങ്ങനെ സിനിമ വരുമ്പോൾ ഇവർ എൻ്റെ പുറകെ പോലെ നിന്നിട്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്കൊരു പണിയാണ്, എനിക്കതിലൊരു പണിയുണ്ടല്ലോ KSF-ൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പറഞ്ഞ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ എറണാകുളത്ത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് എൻ്റെ വൈഫിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇത്ര നാൾ നീട്ടിക്കൊണ്ട് പോയത്. പിന്നെ പുള്ളിക്കാരത്തിക്കായിരുന്നു ആഗ്രഹം ഞാനൊരു മ്യൂസീഷ്യനായിട്ട് തന്നെ ജീവിക്കണമെന്ന്, എന്നേലും കൂടുതൽ. അപ്പോൾ അങ്ങനെ അത് എൻ്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എത്ര കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുള്ള ഇതിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതെനിക്ക് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. അങ്ങനെ ഞാൻ പോയി അവിടെ പോയി നമ്മുടെ KSF-യുടെ ഹെഡ് ഓഫീസിൽ തൃശ്ശൂർ പോയിട്ട് പറഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇത് പറ്റിയത്? വല്ല ഫിലിമൊക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അത് എനിക്ക് എറണാകുളം കിട്ടിയാൽ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ എറണാകുളം തരാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബ്രാഞ്ച് വേണ്ട, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മതി, എനിക്ക് ഈ കണക്കൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ തന്നെ കണക്കിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്.
എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഫിക്സ് ചെയ്ത് എഴുത്തും കുത്തും എല്ലാം കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോയി ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശനിയാഴ്ച ഞാൻ പോയി, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും ലാലിൻ്റെ വിളി. ലാലുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ലാലും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാൽ, കൂടാണ്ട് ലാലിൻ്റെ ഫാദറും എൻ്റെ മൂത്ത ബ്രദർ എന്ന് പറഞ്ഞാൽ കസിൻ മ്യൂസീഷ്യനായിരുന്നു എൻ്റെ മൂത്ത ബ്രദർ. അവർ തമ്മിൽ ഒരുമിച്ചൊരു ഭയങ്കര കൂട്ടും ഒരുമിച്ച് മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ പോയിരുന്ന ആൾക്കാരുമാണ്. കൊച്ചിയിലുള്ള ആദ്യത്തെ ഓർക്കസ്ട്ര ട്രൂപ്പായ കൊച്ചിൻ ആസാദ് ആർട്സ് ക്ലബിൻ്റെ സ്ഥാപക മെമ്പർമാരാണ് ഇവരെല്ലാവരും. ലാലിൻ്റെ ഫാദറും ലാലിൻ്റെ കൊച്ചാപ്പൻ ജോസിയായിട്ടാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനും വീട്ടിലിടക്കിടക്ക് പോകും. പിന്നെ ഒരു തൊട്ടടുത്ത് തന്നെ ലാലിൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളിയിൽ ഞാൻ എപ്പോഴും കൊയറിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞായറാഴ്ച അവരുടെ വീട്ടിൽ പോയിരുന്നു ഭക്ഷണമൊക്കെ വെച്ചിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ സിദ്ദിഖുമായിട്ടും ലാലും സിദ്ദിഖുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെയാണ്. സിനിമക്കൊക്കെ പറഞ്ഞാൽ എത്രയോ മുമ്പുള്ള ബന്ധമാണ് അവരായിട്ട്. അപ്പോൾ ലാലു പറഞ്ഞു, വേണി നമുക്കൊരു പടം ചെയ്യാം എന്നുള്ളതൊക്കെ. ഞാൻ എന്ന് ചെയ്യണം? നമുക്ക് മറ്റന്ന പൂജ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനൊരു ഇൻഡാസിൽ വീണ് പോയി കിടക്കാനുള്ളത് എനിക്കറിയാം. ഒരു 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യില്ലായിരുന്നു. അതും പറഞ്ഞാൽ പറ്റില്ല, വേണി തന്നെ വരണം ഇനി, ചേട്ടനോടും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മനസ്സില്ലാ മനസ്സോടെ ഒന്നും കൂടി ചെന്ന് അവിടെ KSFയിൽ ചെന്നിട്ട്, അപ്പോൾ എന്നെ താല്പര്യമുള്ള ആളായിരുന്നു, മ്യൂസിക്കിനോട് താല്പര്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പടം കിട്ടി, ദിലീപാണ് അഭിനയിക്കുന്നത്, ലാലിൻ്റെ പടമാണ്, കല്യാണരാമൻ എന്നുള്ള പേരെന്ന് വിടുക, അത് വേറെ എന്തൊരു പഞ്ചാര പായസം എന്നായിരുന്നു ആദ്യത്തെ പേര്. ഷാഫിയാണ് ഡയറക്ടർ. അപ്പോൾ എനിക്ക് ഈ പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തന്നെ കൊണ്ട് വലിയ ശല്യമല്ലോ, വരും പോവും. ഒരു പണി ഇത് ചെയ്തോ, എന്നിട്ട് നമുക്ക് പിന്നെ തനിക്ക് ആവശ്യമുള്ളപ്പോൾ താനിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ കൊടുത്ത അപ്പോയിൻമെൻറ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തൊക്കെ കീറിക്കളഞ്ഞ് ഞാനിവിടെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് ഞങ്ങൾ നല്ല നല്ല ട്യൂണുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫിക്സ് ചെയ്യണത് സിദ്ദിഖ്, ലാൽ, ഷാഫി, ബെന്നിപ്പി നാരമ്പലം. അപ്പോൾ പലതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത്തിരി അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഈ ട്യൂൺ കൊടുത്തത്. അപ്പോഴത്തേക്ക് അവർക്ക് 4 പേർക്കും ഓക്കെ, ഇതിലും വരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പാടുന്നത് ആരാണെന്നുള്ളതാണ്